അക്ഷയ് കുമാർ നായകനായി എത്തിയ പുതിയ ചിത്രം കേസരി ചാപ്റ്റർ 2 മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ്. അക്ഷയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കേസരിയിലുള്ളതെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. കരൺ സിംഗ് ത്യാഗി സംവിധാനം ചെയ്ത ചിത്രത്തിൽ അഭിഭാഷകനായാണ് അക്ഷയ് കുമാർ എത്തുന്നത്. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ഏക മലയാളിയും വൈസ്രോയി കൌൺസിലിലെ ഏക ഇന്ത്യക്കാരനുമായിരുന്ന സർ ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം പറയുന്ന ചിത്രത്തിൽ ശങ്കരൻ നായരായാണ് അക്ഷയ് കുമാർ എത്തുന്നത്. ശങ്കരൻ നായരുടെ ചെറുമകനും സാഹിത്യകാരനുമായ രഘു പാലാട്ടും ഭാര്യ പുഷ്പ പാലാട്ടും ചേർന്നെഴുതിയ ദി കേസ് ദാറ്റ് ഷുക്ക് ദി എംപറർ എന്ന പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മികച്ച പ്രതികരണങ്ങൾക്ക് പുറമെ കളക്ഷനിലും നേട്ടമുണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 50.7 കോടി രൂപയാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത്. ആദ്യ ദിനം 14 കോടിയാണ് കേസരി 2 ആഗോളതലത്തിൽ നിന്നും സ്വന്തമാക്കിയത്. ഇന്ത്യയിൽ നിന്നും ചിത്രം 7.75 കോടിയാണ് വാരിക്കൂട്ടിയത്. രണ്ടാം ദിവസവും സിനിമ കളക്ഷനിൽ മുന്നേറിയിട്ടുണ്ട്. 9.5 മുതൽ 10 കോടിക്കടുത്താണ് ചിത്രം നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രം വൈകാതെ 100 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. ശാശ്വത് സച്ദേവ് സംഗീതമൊരുക്കിയിരിക്കുന്ന സിനിമ ഹീരു യശ് ജോഹർ, അരുൺ ഭാട്ടിയ, കരൺ ജോഹർ, അഡാർ പൂനവല്ല, അപൂർവ മേത്ത, അമൃത്പാൽ സിംഗ് ബിന്ദ്രാൻ, ആനന്ദ് തിവാരി എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വൻ തുകയ്ക്കാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വിറ്റുപോയതെന്നാണ് വിവരം. അജയ് ദേവ്ഗൺ നായകനായി മുൻപെത്തിയ ചിത്രം സ്കൈ ഫോഴ്സ് ആയിരുന്നു. സന്ദീപ് കേവലിനിയും അഭിഷേക് അനിൽ കപൂറുമാണ് ചിത്രം സംവിധാനം ചെയ്തത്. വീർ പഹാരിയും പ്രധാന കഥാപാത്രമായി ഉണ്ടായിരുന്നു. എന്നാൽ 160 കോടിയിൽ ഒരുങ്ങിയിട്ടും 144 കോടി മാത്രമാണ് സ്കൈ ഫോഴ്സിന് നേടാനായത് എന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.